Hi, dear students. Happy welcome to PVN channel. I am PVN from PVN channel. Today I conduct class for 10th standard state syllabus English. Lesson topic Adventures in a Banyan Tree. യൂട്യൂബിൽ ഒന്ന് രണ്ടും പാട്ടായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. അതിൽ മൂന്നാമത്തെ പാട്ടായിട്ട് വരുന്നതാണ് ഇന്ന് നമ്മൾ എടുക്കുന്ന ടെക്സ്റ്റ് എല്ലാവരും ഓപ്പൺ ചെയ്യാം. Adventures in a Banyan Tree. പേജ് നമ്പർ 10 അതിലെ ഹാഫ് വേ ഓഫ് ദ ട്രീ തൊട്ടുള്ള പാര. ഓക്കെ, ടേക്ക് എ നോട്ട് ബുക്ക് നിയർ യു ഇഫ് യു വാണ്ട് ടു റൈറ്റ് ഡൗൺ എനിത്തിങ്. See, halfway up the tree I had built a small platform on which I would often spend the afternoon when it wasn't too hot. So in the last paragraph we discussed about the spring season on the banyan tree. കഴിഞ്ഞ പാഠത്തിൽ തൻ്റെ മുത്തശ്ശൻ്റെ കോമ്പൗണ്ടിലുള്ളതായ ഒരു വലിയ ആൽമരത്തെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. That huge banyan tree captivated the mind of that young boy. He would spend his afternoon days by sitting there, and he preferred to read different kinds of books there. So you hear halfway up the tree. ആ മരത്തിൻ്റെ ഏതാണ്ട് പകുതി ഉയരത്തോളം ഐ ഹാഡ് ബിൽറ്റ്, ഞാൻ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ബിൽറ്റ് ഈസ് ദ പാസ്റ്റ് ടെൻസ് ആൻഡ് പി പി ഓഫ് ബിൽഡ്. ഹാഡ് പ്ലസ് പി പി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. ഐ ഹാഡ് ബിൽറ്റ് എ സ്മാൾ പ്ലാറ്റ്ഫോം, ഒരു കൊച്ചു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഏർമാടം. അത് കുറച്ച് ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് താഴ്ഭാഗങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടി കെട്ടിയുണ്ടാക്കുന്നതാണ് ഈ ആദിവാസികളും ഒക്കെ. അതുപോലെ ഇവിടെ ഈ കുട്ടി ആ വലിയ ആൽമരത്തിൻ്റെ മുകളിൽ അവനാൽ സ്വയമേവ ഒരു ചെറിയ പന്തൽ പോലെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. നമ്മുടെ ടെക്സ്റ്റ് ചിത്രത്തിലുണ്ട്. ഓൺ വിച്ച്, അതിൻ്റെ മുകളിൽ ഐ വുഡ് ഓഫൺ സ്പെൻഡ്, ഞാൻ പലപ്പോഴും ചിലവഴിക്കുമായിരുന്നു. ഓഫൺ, പലപ്പോഴും. ആഫ്റ്റർനൂൺ, ഉച്ച കഴിഞ്ഞാൽ. വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, നല്ല ചൂടില്ലാത്ത സമയത്ത്. ദറ്റ് ബോയ് വുഡ് ഗോ ദർ വെൻ ദ ക്ലൈമറ്റ് വാസ് നോട്ട് സോ ഹോട്ട് ആൻഡ് ഐ കുഡ് റീഡ്. അവിടെ ആ പ്ലാറ്റ്ഫോമിൽ കയറിയിരുന്നുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുമായിരുന്നു. എങ്ങനെ? പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് അഗൈൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് എ കുഷ്യൻ ടേക്കൻ ഫ്രം ദ ഡ്രോയിങ് റൂം. While going there, he would take a cushion from his own house, from his own drawing room, and to get convenient. അതിന് മുകളിൽ വീട്ടിലെ ഡ്രോയിങ് റൂമിൽ നിന്ന് അവൻ കൊണ്ടുപോകുന്ന തലേണ. ആ മരത്തിൻ്റെ ബോൾ, പ്രധാന സ്റ്റെം, പ്രധാന തായ് മരത്തിൻ്റെ ചാരി വെച്ച് ഒരു കുഷ്യൻ ഉണ്ടാക്കി. അതിലിരുന്നുകൊണ്ട് ഇങ്ങനെ ചാരിരിക്കുക. പ്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചാരിരിക്കുക. മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് എ കുഷ്യൻ ടേക്കൻ ഫ്രം ദ ഡ്രോയിങ് റൂം. എന്നിട്ടോ ഐ വുഡ് റീഡ്, ഞാൻ വായിക്കും. എന്ത് വായിക്കും? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബുക്സ്. വാട്ട് വാസ് ദ ബുക്ക്? ട്രഷർ ഐലൻഡ് എന്ന് പറഞ്ഞ ബുക്ക് വായിക്കും. ഹക്കിൾബെറി ഫിൻ വായിക്കും. ആൻഡ് ദ മോഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ഗർ ഐ ആൻഡ് ബ്രോഗ്സ് ആൻഡ് ലൗസിയ മേയർ മുതലായ ബുക്കുകളെല്ലാം വായിക്കും. അതൊക്കെ ബുക്കുകളുടെ പേരുകളാണ്. ഇംഗ്ലീഷ് നോവൽ സ്റ്റോറീസുകളൊക്കെയാണ്. കാരണം whenever he gets some free time, he prefers to spend the time by reading. Or that boy had the habit of reading always. So ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാത്തതാണ് വായന സ്വഭാവം. അപ്പം അതുകൊണ്ട് തനിക്ക് കിട്ടുന്ന ലിഷർ ടൈമിലൊക്കെ അവൻ വായനയിൽ മുഴുകുമായിരുന്നു. ഇങ്ങനെ വായനയിൽ മുഴുകുന്നതിന് വേണ്ടി അവൻ പലവിധ ബുക്കുകളൊക്കെ പാടെ കെട്ടിപ്പൊറുക്കി മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സ്ഡ് റീഡിങ്. ഒരു സമ്മിശ്ര വായനയുടെ ഒരു ബാഗ് തന്നെ ഉണ്ടായിരുന്നു. ആ ബുക്കുകളൊക്കെ കൊണ്ട് ആ ഏർമാടത്തിൻ്റെ മുകളിൽ കയറി ഇന്ന് ഒരു സ്വസ്ഥമായിരുന്നു വായിക്കുമ്പോൾ എന്തോ ഒരു അനുഭൂതി. ഹി ഗോട്ട് സച്ച് ആൻ എക്സൈറ്റ്മെൻറ്റ് ഔട്ട് ഓഫ് ഹിസ് റീഡിങ്. റീഡിങ് രണ്ട് ടൈപ്പ് റീഡിംഗ് ഉണ്ട്. റീഡിങ് ഫോർ പ്രോഫിറ്റും റീഡിങ് ഫോർ പ്ലഷറും ഉണ്ട്. നമ്മൾ കഥ, നോവലൊക്കെ വായിക്കുന്ന റീഡിങ് ഫോർ പ്ലഷറാണ്. എന്നാൽ നമ്മളൊരു സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ അത് റീഡിങ് ഫോർ പ്രോഫിറ്റാണ്, മാർക്ക് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ലാഭം കിട്ടാൻ. ഒരു കാര്യകാരണത്തിന് വേണ്ടി വായിക്കുന്നതൊക്കെ റീഡിങ് ഫോർ പ്രോഫിറ്റാണ്. അപ്പോൾ
അപ്പോൾ ഇവനൊരു റീഡിങ് ഫോർ പ്ലഷർ എന്ന രീതിയിൽ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഈ ബുക്കുകളൊക്കെ വായിച്ചു തള്ളുമായിരുന്നു. സോ ദർ ഇസ് എ സൈഡ് ക്വസ്റ്റ്യൻ ദർ. സി ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് ഈ കുട്ടി ഈ വസന്തകാലം ഒരു എക്സൈറ്റിംഗ് ആക്കി മാറ്റിയത്? സോ ഇൻ ദ സ്പ്രിംഗ് ടൈം ദ ബോയ് വുഡ് sit up on that platform which he himself made, and he would take different kinds of books there and he would read that, and he spent the days, and reading gives him too much pleasure, excitement, enthusiasm. So he spent the days of spring by reading and reading. Go to the next para. I think you have well understood that paragraph. Next, when I did not feel like reading, ഇനി എനിക്ക് വായിക്കാൻ തോന്നാത്തപ്പോഴോ അല്ലെങ്കിൽ എനിക്ക് വായന താല്പര്യമില്ലാത്തപ്പോഴോ, when I did not feel reading, I could look down through the banning leaves at the world below. ഇനി എനിക്ക് വായിക്കാൻ താല്പര്യമില്ലാത്തപ്പോൾ ആൽമരത്തിൻ്റെ ഇടയിലൂടെ താഴത്തേക്കുള്ള ലോകം നോക്കും. അത് മുകളിലാണല്ലേ, മുകളിൽ നിന്നുകൊണ്ട് കുറച്ച് മുകളിൽ നിന്ന് താഴെയുള്ള കാര്യങ്ങളൊക്കെ അവരറിയാതെ ശ്രദ്ധിക്കാൻ പറ്റും. താഴെയുള്ളവർ എന്ത് ചെയ്യുന്നു, they may not be noticed, but the boy could notice them. The boy could listen to them. But the people below could not notice him. അവന് താഴെയുള്ള ജനങ്ങൾക്ക് അവനെ ശ്രദ്ധിക്കാൻ പറ്റില്ല, ഇവന് താഴെയുള്ളവരെ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ ആ ഏർമാടത്തിൽ അവനാൽ കെട്ടിയുണ്ടാക്കിയ പ്ലാറ്റ്ഫോം, ആ സ്റ്റേജ്, ഹിയർ ദാറ്റ് പ്ലാറ്റ്ഫോം ഇസ് എ സ്റ്റേജ് ഈക്വൽ ടു സ്റ്റേജ്. ബൈ സിറ്റിംഗ് ദാറ്റ് സ്റ്റേജ് ഹി കുഡ് സീ ഡിഫറെൻറ്റ് പിക്ചേഴ്സ്, പലവിധ ചിത്രങ്ങൾ അവന് കാണാം. സോ ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബാനിങ് ട്രീ അറ്റ് ദ വേൾഡ് ബിലോ. എന്താണ് ആ താഴെയുള്ള കീഴ്ലോകത്തിൽ അവൻ കാണുന്നത്? ആദ്യമായിട്ട് ഗ്രാൻഡ് മദർ, അവരുടെ മുത്തശ്ശിയെ കാണും. ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നു? ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. തൻ്റെ വീട്ടുജോലിയിൽ അലക്കുക, തോരിയിടുക, അല്ലെങ്കിൽ ഏറനായിട്ടിടുക, ഉണങ്ങിയത് എടുത്തുകൊണ്ട് വയ്ക്കുക, ഇങ്ങനെ പലവിധ ഹൗസ് ഹോൾഡ് ആക്ടിൽ മുഴുകുന്ന ഗ്രാൻഡ് മദർ ഉണ്ടാവും താഴെ. ഹാങ്ങിങ് അപ്പ്, തുണികളെല്ലാം ഹാങ് അപ്പ് ചെയ്യുക. പിന്നെ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ് കഴിഞ്ഞവ എടുത്തുകൊണ്ട് പോവാം, അതൊരു സീനാണ്. അല്ലെങ്കിൽ ദ കുക്ക് കോറലിംഗ് വിത്ത് ഫ്രൂട്ട് വെൻഡർ. താഴെ വീടിൻ്റെ പടിക്കലൂടെ പോകുന്ന വെൻഡേഴ്സ് ഉണ്ടാവും, ഈ പച്ചക്കറിക്കാരും ഇവിടെ ഫ്രൂട്ട് വെൻഡറാണ്, പഴ വിൽക്കാൻ വരുന്ന കച്ചവടക്കാരനുമായിട്ട് ആ വീട്ടിലെ കുക്ക് പാചകക്കാരി കോറലിംഗ് ചെയ്യുന്നത്, വഴക്കിടുന്നത്, വില പേശുന്നത്, ബാർഗെയിൻ ചെയ്യുന്നത് സീനൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് അവനെ കാണാം. സോ അറ്റ് ദ കുക്ക് കോറലിംഗ് വഴക്കിടുക വിത്ത് എ ഫ്രൂട്ട് വെൻഡർ മീൻ വഴി വാണിഭ്യ പഴക്കച്ചവടക്കാരൻ. ഓർ അല്ലെങ്കിൽ അറ്റ് ഗ്രാൻഡ് ഫാദർ ഗ്രംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്. അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് സ്റ്റൈലിലൂടെ ജീവിക്കുന്ന മുത്തശ്ശൻ തൻ്റെ ഇംഗ്ലീഷ് ഗാർഡൻ അവിടെ പറയുന്നുണ്ട്, ആ പൂന്തോട്ടത്തിൽ മാരിഗോൾഡ്, മല്ലിക അല്ലെങ്കിൽ ജമന്തി വർഗത്തിൽപ്പെട്ട ഒരു ചെടിയോട്, വിച്ച് അത് ഇൻസിസ്റ്റഡ് ഓൺ സ്പ്രിംഗിങ് ആൾ ഓഫ് ഹിസ് ഇംഗ്ലീഷ് ഗാർഡൻ. തൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ എല്ലായിടത്തും തലപൊക്കാൻ താല്പര്യത്തോടെ നിബിഡമായി വളരുന്ന ആ ചെടിയോട് അവൻ വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നു. നീ എന്താപ്പോൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു, മറ്റുള്ള ചെടികൾക്കൊന്നും ജീവിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെടികളോട് നർമ്മസല്ലാപം നടത്തുന്ന തൻ്റെ മുത്തശ്ശനുമായിട്ട് ചിറ്റാറ്റ് ചെയ്യുന്ന രംഗം. സോ ഗ്രാൻഡ് ഫാദർ യൂസ് ടു ചിറ്റാറ്റ് വിത്ത് ഗാർഡൻ പ്ലാന്റ്സ്, എസ്പെഷ്യലി വിത്ത് മാരിഗോൾഡ്സ് എന്ന് പറഞ്ഞ ചെടിയുമായിട്ട്. അത് അനദർ പിക്ചർ. സോ ഫസ്റ്റ് പിക്ചർ ഗ്രാൻഡ് മദർ, സെക്കൻഡ് പിക്ചർ ദ കുക്ക് ഓഫ് ദ ഹൗസ്, ആൻഡ് തേർഡ് പിക്ചർ ദ ഗ്രാൻഡ് ഫാദർ. ദെൻ യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ. സാധാരണയായിട്ട് അവിടെ ഇതൊക്കെ സ്ഥിരം കാണുന്ന ചിത്രങ്ങളാണ്. എന്നാൽ യൂഷ്വലി സാധാരണയായിട്ട് നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ, പ്രത്യേകിച്ചൊന്നും സംഭവിക്കപ്പെടാറില്ല. വൈൽ ഐ വാസ് ഇൻ ദ ബാനിങ് ട്രീ, ആ ആൽമരത്തിൽ ഞാൻ ഇരിക്കവേ പ്രത്യേകിച്ച് അസാധാരണമായൊന്നും സംഭവിക്കാറില്ല എന്ന് പറയുമ്പോൾ, ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, അങ്ങനെ ഇരിക്കുക ഒരു പ്രത്യേക ദിവസം ഉച്ചയ്ക്ക് ശേഷം, വൺ പർട്ടിക്കുലർ പ്രത്യേകമായ ഒരു ഉച്ചയ്ക്ക് ശേഷം, എടുത്തു പറയാവുന്ന ഒരു പ്രത്യേക ഉച്ചയ്ക്ക് ശേഷം, വല്ല ചൊവ്വാഴ്ച ബുധനാഴ്ച ഏതെങ്കിലും ഒരു ദിവസം, ഐ ഹാഡ് എനഫ് എക്സൈറ്റ്മെന്റ്, എനിക്ക് ഒരുപാട് ആവേശം കിട്ടിയ ഒരു ദിവസം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. സാധാരണ കാണുന്ന രംഗവീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേകം എക്സൈറ്റ്മെന്റ് നൽകുന്ന ഒരു ആഫ്റ്റർനൂൺ, ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ, വേനൽക്കാലം മുഴുവൻ എന്നിൽ നിലനിന്നിരുന്ന ആ ഒരു ആഫ്റ്റർനൂൺ, ആ ഓർമ്മകളെ, ദാറ്റ് മെമ്മറി ദാറ്റ് ഐ ഗോട്ട് ഫ്രം ദ സീൻ ദാറ്റ് ലാസ്റ്റഡ് ത്രൂ ഔട്ട് ദ സമ്മർ,
And what was that we are going to that picture? Unusual picture, the unusual panorama, the unusual scenes that he got one day afternoon while he was sitting on the top of that banyan tree. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മുത്തശ്ശൻ്റെ ഒരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിലെ അതിബൃഹത്തായി പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ആൽമരം, ആ ആൽമരത്തിൽ തുള്ളിച്ചാടി നടന്ന അണ്ണാർക്കണ്ണനുമായിട്ടുള്ള ചങ്ങാത്തം. അത് കഴിഞ്ഞ് ഒരു ദിവസം അവൻ എറുമാടത്തിൽ വായിച്ചു കൊണ്ടിരിക്കെ താഴെ ലോകത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആ കുട്ടിക്ക് കാണാൻ കഴിഞ്ഞ മറ്റൊരു ചിത്രം. അങ്ങനെ ഇരിക്കെ കുട്ടി ചിന്തിക്കുകയാണ്, ഇതൊക്കെ സാധാരണ കാണുന്ന ചിത്രങ്ങളാണ്, എന്നാൽ തികച്ചും അസാധാരണമായ ഒരു ചിത്രം ഒരു ദിവസം ഉണ്ടായി. വി ആർ ഗോയിങ് ടു ദാറ്റ് അൺയൂഷ്വൽ ഇൻസിഡന്റ് ദാറ്റ് ഹാപ്പൻ ബിലോ. വാട്ട് വാസ് ദാറ്റ്? സീ നെക്സ്റ്റ് പാരാ. That was the time I saw a mongoose. അതേ, ഞാനൊരു കീരിയെ കണ്ട ദിവസമായിരുന്നു. സോ കണ്ടു, സീയുടെ പാസ്റ്റൻസ് അല്ലേ. ദാറ്റ് വാസ് ദ ടൈം ഐ സോ എ മംഗൂസ്. മംഗൂസ് എന്ന് പറഞ്ഞ കീരി. ആൻഡ് എ കോബ്ര, ഒരു മൂർഖൻ പാമ്പും ഫൈറ്റ് പൊരുതുന്നത് ടു ഡെത്ത് ഇൻ ദ ഗാർഡൻ. മരണ പോരാട്ടം നടത്തുന്ന ഒരു രംഗം. ബൈബോൺ എൻമിറ്റിയാണ് അവർക്ക്. അത് ജന്മനാത്തന്നെ ശത്രുവാണ് കീരിയും പാമ്പും. നീ എന്നടാ കീരിയും പാമ്പിനെ പോലെ എന്ന് പറയാറ്. അങ്ങനെ പ്രകൃതിയാൽ വൈര്യമുള്ള രണ്ട് വൈരികൾ, അതായത് രണ്ട് ഫൈറ്റേഴ്സ്, ഒരു ദിവസം ഒരു മൂർഖൻ പാമ്പും ഒരു കീരിയും ആ കോമ്പൗണ്ടിലേക്ക് ഇറങ്ങി വന്ന് രംഗം ഇങ്ങനെ കണ്ടു. പാമ്പ് ഒരു ഭാഗത്ത് നിന്ന് വരുന്നു, മംഗൂസ് വേറെ ഭാഗത്ത് നിന്ന് വരുന്നു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബോവ് ഇൻ ദ ബാനിയൻ ട്രീ. ഞാനാകട്ടെ ബാനിയൻ ട്രീൻ്റെ മുകളിൽ കുറച്ച് കയറി നിൽക്കുന്നു. കയറി നിൽക്കുമ്പോൾ കുറച്ച് ധൈര്യമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നോക്കുമ്പോൾ അവനെ കണ്ടാൽ ഓടി തള്ളി പോലും അല്ലേ. പക്ഷെ ഇവിടെ ആ കുട്ടി മുകളിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ ഒരു സീൻ കാണാൻ പോകുന്നു. ഇവിടെ നമ്മുടെ ഈ ഭാഗം നിർത്തുന്നു, അടുത്ത ഭാഗത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എടുത്ത ഭാഗങ്ങൾ ശരിക്ക് റീഡ് ഔട്ട് ചെയ്യണം. ഡയലി 10ാം ക്ലാസ്സാണ്. കഥ കേട്ടു വിചാരിച്ചുകൊണ്ട് മാർക്ക് കിട്ടിക്കണമെന്നില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം, നന്നായിട്ട് വായിക്കണം, ഓരോ സെൻറ്റൻസിൻ്റെ മീനിങ് നോക്കണം, ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. എങ്കിലേ നിങ്ങൾക്ക് എബോവ് 90% കിട്ടും. എബോവ് 90% കിട്ടിയാലേ ഇംഗ്ലീഷിലെ പ്ലസ് കിട്ടുള്ളൂ. സോ ഇവിടെ പാഠഭാഗങ്ങൾ ഓരോ പാർട്ടായിട്ട് വിടുന്നതാണ്. ആ പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അപ്പോഴേ അത് കിട്ടും. സോ ഐ റിക്വസ്റ്റ് യു ടു സബ്സ്ക്രൈബ് മൈ ചാനൽ PVN ഗ്ലോബൽ മുടവണ്ണ ചാനൽ. അതിൻ്റെ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നോ ദാറ്റ്സ് ഫോർ ദ ഡേ. അടുത്ത പാർട്ട് യു ക്യാൻ എക്സ്പെക്ട് നെക്സ്റ്റ് പാർട്ട്.